സ്പീക്കിംഗ് ഇൻ ഇംഗ്ലീഷിൻ്റെ അടുത്ത ഒരു അധ്യായത്തിലേക്ക് നമ്മൾ കടക്കും. അധ്യായം കഴിഞ്ഞ ദിവസം നമ്മൾ വെർബിന് നമ്പേഴ്സ് ഉണ്ടെന്ന് പഠിച്ചു. ഏതൊക്കെയായിരുന്നു? സിംഗുലർ നമ്പർ, പ്ലൂറൽ നമ്പർ. ഇന്ന് പിന്നെ ഒരു കാര്യം കൂടെ പഠിച്ചിരുന്നു, 2 ടൈപ്പ് വെർബ്. ഇത്രയായി നമ്മൾ പഠിച്ചത്, സെയിം വെർബ്, ഡൂയിങ് വെർബ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വെർബ് ടു ബി, TOBE, ടു ബി. രണ്ടായിട്ടാണ് നമ്മൾ പറയുന്നത്. പറയുമ്പോൾ നമ്മൾ ടു ബി എന്നങ്ങ് പറയും, ടു ബി. അത് പ്രസൻറ്റ് ടെൻസിൽ എങ്ങനെ ഉപയോഗിക്കും? അപ്പോൾ ഈ ടു ബി എന്നുള്ളതിൻ്റെ പ്രസൻറ്റ് ടെൻസിൽ വരുമ്പോൾ ആം, ഈസ്, ആർ. ആം, ഈസ്, ആർ. ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് ഈസ്, ആം, ആർ ഇങ്ങനെയാണ് പഠിച്ചു വന്നത്. ഇത് ഞാനൊന്ന് തരം തിരിച്ച് പറയാണ്. ആം, ഈസ് അത് സിംഗുലറാണ്. ആം, ഈസ് സിംഗുലറാണ്. ആർ പ്ലൂറലാണ്. ആം, ഈസ് സിംഗുലറാണ്, ആർ പ്ലൂറലാണ്. ഞാൻ ഒന്നുകൂടി പറയാം. നമ്മൾ പഠിക്കുന്നത് വെർബ് ടു ബി. ടു ബി പ്രസൻറ്റ് ടെൻസിലാണ്. ടു ബിയുടെ മീനിങ് എങ്ങനെ വരുമെന്ന് വെച്ചാൽ ആയിരിക്കുക, ഉണ്ടായിരിക്കുക. ആയിരിക്കുക, ഉണ്ടായിരിക്കുക. ഇനി പറയാം, ആം ഈസ് ഞാൻ പറഞ്ഞു സിംഗുലറാണ്. ആം ഈസ് സിംഗുലർ ആകുമ്പോൾ അതിൻ്റെ മീനിങ് എന്താ, അർത്ഥം എന്താ? മീനിങ് എങ്ങനെ വരും? ആകുന്നു. ആം ഈസ് ആകുന്നു എന്ന് വരും. അതിൻ്റെ പ്ലൂറലാണ് ആം. അതിൻ്റെ അർത്ഥം സെയിം തന്നെ, ആകുന്നു. അപ്പം ആം ഈസ് സിംഗുലർ, ആർ പ്ലൂറൽ. അപ്പം നമുക്ക് വി ഹാവ് 2 ഹാൻഡ്സ്. നമുക്ക് 2 കൈയുണ്ട് അല്ലേ? അപ്പോൾ അതിൽ ലെഫ്റ്റ് ഹാൻഡ്, ഇപ്പോൾ ഇത് നമ്മളങ്ങ് മൊത്തം ഇവിടേക്ക് ആക്കുക, നമ്മൾ ലെഫ്റ്റിലേക്ക് ആക്കുക. നമ്മൾ എഴുതി പഠിക്കുമ്പോഴാണ് അങ്ങനെ വരുന്നത്. അതേ രീതിയിൽ അങ്ങ് പഠിക്കുകയാണെങ്കിൽ ആം ഈസ് സിംഗുലർ, ആർ പ്ലൂറൽ. അതിൻ്റെ അർത്ഥം എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ആകുന്നു. ആ ആകുന്നു എന്ന് പറയുന്നത് ആയിരിക്കുക എന്ന് നമ്മൾ പഠിച്ചു, ടു ബി. അത് തന്നെ ടു ബി ആകുന്നു. അപ്പം അർത്ഥവ്യത്യാസങ്ങൾ നമ്മൾ എങ്ങനെയൊക്കെയാണ് അത് പറഞ്ഞ് നമ്മൾ പഠിക്കുന്നത്, പറഞ്ഞ് നമ്മൾ ഉപയോഗിക്കുന്നത്, ആ രീതിയിലാണ് ഇതിൻ്റെ മീനിങ്ങിൻ്റെ വ്യത്യാസങ്ങൾ വരുന്നത്. അപ്പം ഞാനിത് ഇംഗ്ലീഷിലും മലയാളത്തിലും ഉള്ള വാക്കുകൾ ഉപയോഗിക്കുന്നത്, ഞാനൊരു മലയാളിയാണ്, അതുകൊണ്ട് എനിക്ക് പൂർണ്ണമായിട്ടും ഇംഗ്ലീഷിലും പറയാൻ കഴിയുന്നില്ല, പൂർണ്ണമായിട്ടും മലയാളത്തിലും പറയാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ തന്നെ പഠിപ്പിക്കുന്നത്. പക്ഷെ പഠിപ്പിക്കുന്നത് ഞാൻ വ്യക്തമായിട്ടാണ് പഠിപ്പിക്കുന്നത്. അപ്പം ഇത്രയാണ് നമ്മൾ പഠിച്ചത്. അപ്പം ആം ഈസ് സിംഗുലർ, ആർ പ്ലൂറൽ. ഈ 2 പിന്നെ ആറിന് സിംഗുലർ ഒറ്റയ്ക്ക് നിൽക്കുന്ന പോലെ ആം ഈസ് ആർ. ഇതിൻ്റെ 3ൻ്റെ അർത്ഥം ആകുന്നു. അത് നമ്മൾ പഠിച്ചത് വെർബ് ടു ബി പ്രസൻറ്റ് ടെൻസിൽ ആയിരിക്കുക, ഉണ്ടായിരിക്കുക. ആം ഈസ് ആർ ഉപയോഗിക്കുമ്പോൾ ആകുന്നു എന്നുള്ള അർത്ഥമാണ് വരുന്നത്. അപ്പം നമ്മൾ എക്സാമ്പിളുണ്ട്. എക്സാമ്പിൾ താഴോട്ട് വരുന്നത് നമ്മൾ പഠിക്കും. അതിൽ ഒന്ന് നമുക്ക് അറിയാം, ആം എന്നുള്ളത് എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന ഐ എന്ന സബ്ജക്റ്റിൻ്റെ കൂടെ. സബ്ജക്റ്റ് ആണല്ലോ ഐ എന്ന സബ്ജക്റ്റിൻ്റെ കൂടെ എപ്പോഴും ആം ഉപയോഗിക്കണം. ആം. ഐ എന്താണെന്ന് നമുക്കറിയാം, ഞാൻ ആകുന്നു, ഐ ആം. മനസ്സിലായല്ലോ? അതുപോലെ ഞാൻ ഈസ് പറഞ്ഞു. ഈസ് പറയുമ്പോൾ അതെങ്ങനെ വരും? അവൻ എന്ന് പറഞ്ഞു. അപ്പം ഹി ഈസ്. അങ്ങനെ പോകും. ആർ വരുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ പ്ലൂറലാണ്, ഒന്നിലധികം സബ്ജക്റ്റ് വരും. ഐ ആൻഡ് ഹി എന്നിപ്പോൾ നമ്മൾ പറയുന്നില്ല. അപ്പം വെർബൽ ഗ്രമാറ്റിക്കൽ മിസ്റ്റേക്ക് നമുക്ക് വരും. വെർബ് ഉപയോഗിക്കുന്നതിൽ തെറ്റ് വരും. അപ്പോൾ അതിനൊരു മെത്തേഡ് എൻ്റെ കയ്യിലുണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. ഞാൻ പഠിച്ചതിൽ നിന്നും കൂടെ ഉള്ളതാണ്. എല്ലാം ഞാൻ കണ്ടുപിടിച്ചതെന്ന് എനിക്ക് പറയാനൊന്നുമില്ല. ഞാൻ പഠിക്കാതെ എനിക്കത് അറിയില്ലല്ലോ. അപ്പോൾ നമുക്കിതിനെ 3ആയിട്ട് തിരിക്കാം. ഇന്നലെ നമ്മൾ പഠിച്ചിരുന്നു സെയിം വെർബ്. ഞാൻ പറഞ്ഞു ഒരു പ്രസ്താവന രീതിയിലുള്ളത്, അത് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ അതിന് നമുക്കൊരു പേര് കൊടുക്കാം. ഇവിടെ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഇതിന് 3ആയിട്ട് നമ്മൾ തിരിക്കുക. സ്റ്റേറ്റ്മെൻറ്റ് എപ്പോഴും ഒരു പ്രസ്താവിക്കുക. അപ്പോൾ ആകുന്നു, ഞാനാകുന്നു, ഒരു പ്രസ്താവനയല്ല, ഞാനാകുന്നു, ഐ ആം. അതിനെ നമ്മളൊന്ന് സ്റ്റേറ്റ്മെൻറ്റിൽ കൊടുക്കുക. ഇനി നമ്മൾ എപ്പോഴും ഉപയോഗിക്കാറുണ്ട്, ചിലർക്ക് ചിലപ്പോൾ ഡൗട്ട് തോന്നും, ഇത് ഞാനാണോ എന്ന് പറയാറുണ്ട്. ഞാനാകുന്നു, ഐ ആം, ഞാനാകുന്നു. ഇനി ഞാനാണോ? അപ്പോൾ എങ്ങനെ പറയും? ആം ഐ. അപ്പോൾ നമ്മൾ പഠിച്ചു തുടങ്ങുമ്പോൾ നമ്മളിതിൻ്റെ എല്ലാം ആദ്യം തൊട്ട് അവസാനം വരെയും അതിൻ്റെ മീനിങ് നോക്കി നമുക്ക് പഠിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ പഠിക്കുക, ഐ ആം, ഞാനാകുന്നു. ഞാനാണോ സംശയം കൊണ്ടൊന്നും അല്ല, ഞാനാണോ നമ്മളത് പഠിക്കുക. അപ്പോൾ ഇതെന്തൊക്കെ? ആം സബ്ജക്റ്റിന് മുൻപേ വരണം. ആം ഐ എന്നിട്ടൊരു ക്വസ്റ്റ്യൻ മാർക്ക് കൂടെ കൊടുക്കണം.
ആ ക്വസ്റ്റ്യൻ മാർക്ക് കൂടെ കൊടുക്കുമ്പോൾ അത് കറക്റ്റായി ആം ഐ. എന്നാൽ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റിൽ ഫുൾ സ്റ്റോപ്പ് ഇടണോ അങ്ങനൊന്നും ഇപ്പോൾ പഠിക്കണ്ട. ഐ ആം സ്റ്റേറ്റ്മെൻറ്റ് ഐ ആം ഞാനാകുന്നു. ക്വസ്റ്റ്യനിൽ വരുമ്പോൾ ആം ഐ ഞാനാണ്. ഇനിയുണ്ട് അടുത്തത്, അത് നമുക്ക് നെഗേഷൻ എന്ന് പറയും. നെഗേഷൻ ഒരു നെഗറ്റീവാണ്, നെഗേഷനാണ്. അത് വെറും നെഗറ്റീവാണെന്ന് പറയുമല്ല, അതൊക്കെ ഒന്നിലധികം രണ്ട് രീതിയിൽ ഉപയോഗിക്കും. ഒന്ന് പറയും ഞാനല്ല, നമ്മൾ പറയും ഞാനല്ല, ഐ ആം നോട്ട്. പക്ഷെ ഒരു നിഷേധാത്മകമുണ്ട്, നിഷേധിച്ച് ഞാനല്ല എന്ന് നമ്മൾ പറയില്ലേ. അപ്പം എങ്ങനെ പറയും? ഐ ആം നോട്ട്, അങ്ങനെ പറയില്ല. അപ്പം സ്റ്റേറ്റ്മെൻറ്റ്, ക്വസ്റ്റ്യൻ, നെഗേഷൻ, ഈ 3 കാര്യങ്ങളാണ്. അപ്പം ഐ എന്ന വാക്ക് ഉപയോഗിച്ച് നമ്മൾ പറയും, ഐ എന്ന സബ്ജക്റ്റ് ഉപയോഗിച്ച് നമ്മൾ പറയും ഐ ആം സ്റ്റേറ്റ്മെൻറ്റ്. ഇനി അടുത്തത് ക്വസ്റ്റ്യനിൽ നെഗേഷൻ, ക്വസ്റ്റ്യനാണ്, ചോദ്യമാണ്, ഞാനാണ്, ആം ഐ, ആം ഐ. ഇനി നെഗേഷൻ എങ്ങനെ പറയും? ഐ ആം നോട്ട്, ഐ ആം നോട്ട്, നെഗറ്റീവാണ്, ഐ ആം നോട്ട്, ഞാനല്ല. ഇനി അതുപോലെ നമ്മൾ പറഞ്ഞു ഈസ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ പറയും അവൻ, നമ്മൾ പറയാറില്ലേ, അവൾ നമ്മൾ പറയാറില്ലേ, പിന്നെ നമ്മൾ പറയാറുണ്ട് അത് ഇത് എന്നൊക്കെ ഉള്ളതിന് നമ്മൾ എന്താ പറയുന്നത്? ഇറ്റ് നമ്മൾ പറയാറുണ്ട്. പിന്നെ നമ്മൾ പറയാറുള്ളൂ നീ എന്ന് പറയത്തില്ലേ, യു നമ്മൾ പറയാറില്ല, യു, നീ എന്ന് പറയാറുണ്ട്. പിന്നെ ഞാനിത് പറഞ്ഞു വരുന്നത് പ്ലൂറലും കൂടെ നമ്മൾ പഠിച്ചങ്ങ് പോകുക. എന്ന് വെച്ചാൽ ടു ബിയുടെ ആ 3 കാര്യങ്ങൾ, അത് 3 പഠിച്ചാലേ നമുക്ക് ആ ഓരോ സ്റ്റെപ്പിലേക്ക് നമുക്ക് പഠിച്ചു പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതിലേക്ക് വന്ന് നമ്മളൊരു ലെസൺ വരും, അങ്ങനെ ഓരോ കാര്യങ്ങളിങ്ങനെ മുന്നോട്ട് വരും. അപ്പം നമ്മൾ യു എന്ന് വരെ പറഞ്ഞു. ഇനി അടുത്തത് നമ്മൾ പറയാണ് അവർ എന്ന് നമ്മൾ പറയും, അവർ, ദേ, അവർ, ദേ എന്ന് നമ്മൾ പറയും. പിന്നെ ഒരു പേര് പറയാം. എൻ്റെ പേരിപ്പോൾ മായ, മായ എന്ന് പറയും. നമ്മൾ എപ്പോഴും പഠിക്കാറുള്ളത്, നമ്മളിവിടെ കേരളൈറ്റ്സ്, ഇന്ത്യയിലുള്ള കേരളത്തിലുള്ളവരാണ് നമ്മൾ. അതുകൊണ്ട് നമ്മളെപ്പോഴും എന്താ പറയുന്നത്, എല്ലാവരും ഇവിടുത്തെ രാമായണവും ഉണ്ട്, അതിനകത്ത് രാമനും സീതയുണ്ട്. അത് കേൾക്കാത്തവരും പറഞ്ഞിട്ടില്ലാത്തവരും ആരുമില്ല. കൂടുതൽ പറയുന്നില്ല, ഇത്രയേ ഉള്ളൂ. അത് ഞാൻ പറയുന്നതിന് കാര്യമുണ്ട്, വേറൊന്നുമല്ല. ഈ രാമനും സീതയും പോലും അറിയാത്തവരൊക്കെ കാണും. അത് ആരുടെ കുഴപ്പമല്ല. ഒരു സിറ്റുവേഷനിൽ ഓരോരുത്തർ പഠിച്ചതിൽ നിന്നും ആ രാമനും സീത അറിയാത്തവരും കാണും. അതുകൊണ്ട് ഞാനങ്ങ് ചിരിച്ചെന്നേ ഉള്ളൂ. അല്ലാതെ പ്രത്യേകിച്ച് അതിൻ്റെ സീരിയസ്നെസ് ഒന്നും രാമനും സീതയുടെ ഇല്ലാത്തത് കൊണ്ടൊന്നുമല്ല, ഞാൻ ചിരിച്ചെന്നേ ഉള്ളൂ, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മളെപ്പോഴും പറയും രാമനാകുന്നു, രാമ നമുക്കറിയാം. പിന്നെ സീതയുണ്ട്, രാമനും സീതയും, രാമ ആൻഡ് സീത. ഇത്രയും സബ്ജക്റ്റാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അപ്പോൾ എന്തൊക്കെ സബ്ജക്റ്റ് ഞാൻ പറഞ്ഞു? ഐ നമ്മൾ പഠിച്ചു. പിന്നെ അടുത്ത സബ്ജക്റ്റ് ഇപ്പം നമ്മൾ പറഞ്ഞത് ഹീ, ഷീ, പിന്നെ നമ്മൾ പറഞ്ഞു ഇറ്റ്, പിന്നെ നമ്മൾ പഠിച്ചു യു, പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്? ദേ, പിന്നെ നമ്മളൊരു പേര് പറഞ്ഞു രാമ. പിന്നെ നമ്മൾ പറയുന്നത് എന്താണ്? രാമനും സീതയും, രാമനും സീതയും, രാമ ആൻഡ് സീത, ആൻഡ് ഉപയോഗിക്കും, 2 പേരുകൾ തമ്മിൽ ചേർന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെ പഠിപ്പിച്ച് വരുന്ന രീതിയിലല്ലല്ലോ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. നമ്മൾ വെർബിറ്റില്ല. അപ്പം ഐ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞു. ഇനി അടുത്ത ഹീ സ്റ്റേറ്റ്മെൻറ്റിൽ എങ്ങനെ വരും? അവൻ ആകുന്നു, ഹീ ഈസ്, നമുക്ക് ഇംഗ്ലീഷിൽ തുടങ്ങി പഠിക്കുന്നതാണ് എനിക്കിഷ്ടം. കാരണം ഞാൻ അങ്ങനെ പഠിച്ചാൽ ശീലിച്ചത്. അതുകൊണ്ട് അത് വളരെ നല്ലതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹീ ഈസ്, അവനാകുന്നു. ഇനി ക്വസ്റ്റ്യനിൽ വരുമ്പോൾ ഈസ് ഹീ, ഇനി നെഗേഷൻ ആകുമ്പോൾ ഹീസ് നോട്ട്, അവനല്ല. ഹീസ്, അവനാകുന്നു. ഈസ് ഹി, അവനാണോ? അവനല്ല, ഹീസ് നോട്ട്. അതുപോലെ തന്നെ ഇനി ഞാനിങ്ങനെ മലയാളത്തിലൂടെ പറയാം. ഷീ ഈസ്, അവളാകുന്നു. ഈസ് ഷീ, അവളാണോ? ഷീസ് നോട്ട്, അവളല്ല. ഇനി നിങ്ങൾക്ക് പെട്ടെന്നത് ക്യാച്ച് ചെയ്യാൻ പറ്റും. അടുത്തത് ഇറ്റ്, നമ്മൾ പറയും ഇതാണോ അല്ലെങ്കിൽ അതാണോ? നമ്മളെന്ത് പറയും? ഇറ്റ് ഈസ്, ഇതാണോ? ഇതല്ല, ഈസ് ഇറ്റ്, അല്ല ഇതാണോ? ഈസ് ഇറ്റ് പഠിപ്പിച്ചു തുടങ്ങുമ്പം അതൊക്കെ ഞാൻ പറഞ്ഞോളാം. ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമ്മൾ പറയും ഈസ് ഇറ്റ്. ഇനി നെഗേഷൻ വരുമ്പോൾ നമ്മൾ പറയും ഇറ്റ് ഈസ് നോട്ട്, ഇതല്ല. ഇറ്റ് ഈസ് ഇറ്റ്, ഇറ്റ് ഈസ് നോട്ട്. ഇനി യു ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? യു എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നത് പ്ലൂറല്ല. യുവിൻ്റെ കൂടെ എപ്പോഴും സിംഗുലർ വെർബ് ഉപയോഗിക്കത്തില്ല. യുവിൻ്റെ കൂടെ എപ്പോഴും പ്ലൂറലാണ്. ആൻഡ് ഈസ് എപ്പോഴും സിംഗുലർ വെർബിൻ്റെ കൂടെ. യു എന്നുള്ളത് പ്ലൂറലാണ്. ഒരാളെ ഒറ്റയ്ക്കാണെങ്കിൽ നമുക്ക് യു,
ഒത്തിരി പേരോടാണെങ്കിലും നമ്മൾ ചോദിക്കും യു എന്നാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അവിടെ ആക്ഷൻ കയറി വരാം. എന്നുവെച്ചാൽ യു എന്ന് പറയുമ്പോൾ ഒരാളെ കണ്ട യു, ഒത്തിരി പേരുണ്ടെങ്കിൽ നമ്മൾ ചോദിക്കും യു ഇങ്ങനെ ചോദിക്കും അല്ലേ. അപ്പോൾ നമ്മളിങ്ങനെ പഠിക്കാം. യുവിൻ്റെ കൂടെ എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന ആ യു ആർ എന്നിട്ട് സ്റ്റേറ്റ്മെൻറ്റാണ്. ഇനി അടുത്തടുത്ത് ഞാനത് പറയുന്നില്ല, റെപ്പിറ്റേഷൻ അത് കൊള്ളത്തില്ല. ഇറ്റ് ഈസ് നോട്ട് ട്രൂ, അത് ശരിയല്ല. അത് എപ്പോഴും നിങ്ങൾ കേട്ടോണ്ടിരിക്കും. ഇത് ഞാനങ്ങോട്ട് പഠിപ്പിച്ച് അതങ്ങോട്ട് തരുന്നത് നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അടുത്തത് ഞാൻ പറയുന്നത് ഇറ്റ്, അത് ഞാൻ പറഞ്ഞു. ഇറ്റ് ഈസ് ഇറ്റ്, ഇറ്റ് ഈസ് നോട്ട്. അത് കഴിഞ്ഞ് അടുത്ത് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് യു ആർ. അതിൻ്റെ ക്വസ്റ്റ്യൻ വരുമ്പോൾ ആർ യു, ഇനി നെഗേഷൻ വരുമ്പോൾ യു ആർ നോട്ട്. അത്രയാണ്. പിന്നെ ഞാൻ പറഞ്ഞു രാമ, നമുക്ക് രാമനെ ഇടയ്ക്കോട്ടൊന്ന് കേട്ടാം. രാമനെ നമ്മൾ മലയാളത്തിൽ എന്താ പറയുന്നത്? നമ്മൾ രാമ എന്ന് പറയും. ഇല്ല, രാമ ഈസ്, രാമനാകും. ക്വസ്റ്റ്യനിൽ എന്ത് പറയും? രാമനാണോ? ഈസ് രാമനല്ല, രാമ ഈസ് നോട്ട്, രാമനല്ല. അത്രയേ ഉള്ളൂ. ഇനി അപ്പോൾ അതങ്ങനെ ഒന്നുകൂടെ പറയണമെങ്കിൽ ഞാൻ പറയാം, രാമ ഈസ് രാമനാകുന്നു. ഈസ് രാമനാണോ? രാമനല്ല, രാമ ഈസ് നോട്ട്. ഇനി നമ്മൾ പറയും അവർ. ഇപ്പം നമ്മൾ ഈ പഠിച്ചതിൽ നിന്ന് നമുക്ക് പറയാം ഐ ഉണ്ട്, ഹി ഉണ്ട്, ഷീ ഉണ്ട്, ഇറ്റുണ്ട്, യു ഉണ്ട്. ഇതെല്ലാം കൂടെ ചേർത്ത് നമ്മളിപ്പോൾ പറയുക. ഇതെല്ലാം കൂടെ പറഞ്ഞു ചേർത്തിട്ട് ഞാനങ്ങ് ഫോർ എക്സാമ്പിൾ ഞാൻ പറയുന്നതേ ഉള്ളൂ. ഞാനായിട്ട് പറയുന്നത് ഇതേന്ന് പറയാം. ദേ അവർ. ഇപ്പോൾ യു നമ്മൾ പഠിച്ചു, യുവിൻ്റെ കൂടെ ആറാണ്. അപ്പോൾ യുവിനെ സിംഗുലറി വരുമ്പോൾ നമ്മൾ ദേ ഈസ് എന്ന് പറയത്തില്ല. യുവിൻ്റെ കൂട്ട് തന്നെ ദേയും പ്ലൂറൽ വെർബ ഉപയോഗിക്കുന്നത്. ദേ ഈസ് ഒരിക്കലും പറയത്തില്ല, ദേ ആർ പറയത്തില്ല, ദേ ആർ. അപ്പം നമ്മൾ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുമ്പോൾ ദേ ആർ, അവർ ആകുന്നു. ദേ THEY, ദേ ആർ, അവർ ആകുന്നു. അവർ അല്ല എങ്ങനെ പറയും? അവർ ആണോ? ക്വസ്റ്റ്യനിൽ എങ്ങനെ പറയും? ആർ ദേ ക്വസ്റ്റ്യൻ മാർക്ക് വേണം. ഒരു ക്വസ്റ്റ്യൻ മാർക്കൊന്നും ഇട്ടില്ലെങ്കിലും അത് ക്വസ്റ്റ്യൻ തന്നെ. എങ്കിലും നമ്മൾ പഠിക്കുമ്പം നമ്മൾ വൃത്തിയായിട്ടും ഭംഗിയായിട്ടും പഠിക്കുമ്പോൾ നമ്മൾ എന്ത് പറയണം? ആർ ദേ. എന്നിട്ട് നെഗേഷനിൽ പറയും നമ്മൾ ദേ ആർ നോട്ട്, അവരല്ല. അല്ല, ദേ ആർ ദേ ആർ നോട്ട്. ഇനി നമ്മൾ പറയുകയാണ്, രാമനെ നമ്മൾ പറഞ്ഞു, അതുപോലെ തന്നെ സീതയോ. നമുക്കിപ്പോൾ ഒരു കാര്യം ചെയ്യാം. രാമനല്ലേ എപ്പോഴും നമ്മളിപ്പോൾ പഠിച്ചിട്ടുണ്ട് രാമ സീത, അതിൽ രാമനാണല്ലോ ആണ്. അപ്പം നമ്മളെപ്പോഴും ആണുങ്ങൾക്കാണെങ്കിലും ലേഡീസ് ഫസ്റ്റ് എന്നൊക്കെ പറഞ്ഞാലും എനിക്കറിയാവുന്നതിൽ ആണുങ്ങളാണ് എപ്പോഴും കുടുംബത്തിൽ അധ്വാനിച്ച് കൊണ്ടുവരുന്നതെന്ന് പറയുന്നുണ്ട്. പെണ്ണുങ്ങളും കൊണ്ട് കഴിവുള്ളവർ. എങ്കിലും നമ്മൾ പഠിച്ചു വന്ന രീതിയിൽ പറയുമ്പോൾ ഇപ്പോൾ സീത എന്ന് ഞാൻ എടുത്തൊന്നും പറയുന്നില്ല. രാമ ആൻഡ് സീത, രാമനും സീത. രാമ ആൻഡ് സീത ഒരുമിച്ച് പറയുമ്പോൾ എന്ത് ചെയ്യുക? അതിൻ്റെ കണക്റ്റിംഗ് വേർഡാണ് ആൻഡ്, AND. രാമ ആൻഡ് സീത ആർ. ഈസ് പറയില്ല അവിടെ, രണ്ട് സബ്ജക്റ്റായി രാമനും സീതയും. രാമ ആൻഡ് സീത ആർ. ഇനി രാമനും സീതയും ആണോ? രാമ ആൻഡ് സീത, രാമനും സീതയാണോ? അവിടെ നമ്മളിപ്പോൾ ആശ്ചര്യപ്പെട്ടെന്ന് ചോദിക്കുമല്ല, ആണോ? ആശയം വരുന്നുണ്ട്, അത് പഠിപ്പിക്കാം. രാമ ആൻഡ് സീത, രാമനും സീത അല്ല, രാമ ആൻഡ് സീത ആർ നോട്ട്. അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഒന്നുകൂടി പറഞ്ഞു തരാം. എന്ന് വെച്ചാൽ ഞാനത് ബൈഹാർട്ട് ചെയ്തെന്ന് പറയുമല്ല, ഞാൻ അത് പഠിപ്പിച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ബൈഹാർട്ടായി വരികയാണ്. അപ്പം ഞാനൊന്ന് പറഞ്ഞു തരാം. നമ്മളിന്ന് പഠിച്ചത് വെർബ് ടു ബി. വെർബ് ടു ബി എന്ന് വെച്ചാൽ പ്രസൻറ്റ് ടെൻസിൽ ഉപയോഗിക്കുന്നത് എങ്ങനെയാണ്? വെർബ് ടു ബിയുടെ പ്രസൻറ്റ് ടെൻസ്, അർത്ഥം ആയിരിക്കുക, ഉണ്ടായിരിക്കുക. മീൻ ഈ വെർബ് ടു ബിയിൽ രണ്ടായിട്ട് നമ്മൾ തിരിക്കുക. ഒന്ന് സിംഗുലറും പ്ലൂറലും. അതിൽ സിംഗുലറിൽ വരുന്നത് എന്താണെന്ന് വെച്ചാൽ ആം ഈസ്, അർത്ഥം ആകുന്നു. അത് സിംഗുലറിലാണ്. പ്ലൂറലിൽ വരുമ്പോൾ ആർ, അതിൻ്റെ പ്ലൂറല അർത്ഥം ആകുന്നു. ആകുന്നു. അപ്പം ആം ഈസ് ആർ, ഇത് മൂന്നിൻ്റെ അർത്ഥം ആകുന്നു. അതാണ് നമ്മൾ പഠിച്ച ടു ബി, TOBE, ടു ബി, ആകുന്നു എന്നേയുള്ള അർത്ഥം. അപ്പം നമ്മളതിനെ മൂന്നായിട്ട് തരംതിരിച്ചാണ് പഠിച്ചത്. സ്റ്റേറ്റ്മെൻറ്റ്, ക്വസ്റ്റ്യൻ, നെഗേഷൻ. എങ്ങനെയുണ്ട്? സ്റ്റേറ്റ്മെൻറ്റ്, ക്വസ്റ്റ്യൻ, നെഗേഷൻ.
അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പഠിക്കാം. സ്റ്റേറ്റ്മെൻറ്റ്, ക്വസ്റ്റ്യൻ, നെഗേഷൻ വരുമ്പോൾ ഇത്രയേ ഉള്ളൂ. അങ്ങനെ ഇരിക്കാം. അപ്പം ഐ ആണ് ആദ്യം പറഞ്ഞ സബ്ജക്റ്റ്. ഐ നിങ്ങൾക്ക് പറഞ്ഞ് നോക്കാവുന്നേ ഉള്ളൂ അല്ലേ. ഐ ആം, ഞാനാകുന്നു. ഇനി അടുത്തത് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല, പറഞ്ഞേക്കാം. ആം ഐ, ഞാനാണ്, ഞാനല്ല, ഐ ആം നോട്ട്. ഇനി ഹി ഈസ്, നമ്മൾ പറയും ഈസ് ഹി ഈസ് നോട്ട്. ഇനി ഇറ്റ് ഈസ് ഇറ്റ് ഈസ് നോട്ട്. അത് കഴിഞ്ഞ് നമ്മൾ പഠിപ്പിച്ചതിനനുസരിച്ചാണ് ദേ ഉപയോഗിക്കാം. ദേ ആർ ദേ ആർ നോട്ട്. അത് കഴിഞ്ഞ് നമ്മൾ രാമ ഈസ് രാമ ഈസ് നോട്ട്. രാമ ആൻഡ് സീത. അതിനു മുമ്പ് ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. ദേക്ക് മുമ്പ് എന്തായിരുന്നു പറയേണ്ടത്? യു. കാരണം ദേ ഒരു പ്ലൂറൽ സബ്ജക്റ്റ് ആയതുകൊണ്ട് അതങ്ങനെ വേണമായി. അപ്പോൾ യു ആർ യു ആർ നോട്ട്. രാമ ആൻഡ് സീത ആർ രാമ ആൻഡ് സീത. നിങ്ങൾക്കറിയാം ക്വസ്റ്റ്യന് രാമ ആൻഡ് സീത ആർ നോട്ട്. അപ്പം ഞാനിന്ന് പറഞ്ഞു തരുന്നതിൽ ചിലപ്പോൾ ഓർഡർ ഒന്നും തെറ്റിയില്ല. എനിക്ക് യു വന്നപ്പം കുറച്ച് ആ ഓർഡർ തെറ്റിപ്പോയി. ആ തെറ്റിയെന്ന് പറയുന്നത് എനിക്കിഷ്ടമില്ല. അപ്പം ഞാനത് അപ്പോൾ ഇത്രയും നിങ്ങൾ പഠിക്കുക. പഠിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയും. ഓക്കെ, താങ്ക് യു. അടുത്ത ക്ലാസ്സിൽ കാണാം.